അപ്പം ഞാൻ ഓണക്കോടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്മിത ഓണക്കോടി ഒന്നും എടുത്തില്ല എന്നുള്ളത് കേട്ടാ. എനിക്ക് ഏറ്റെടുത്തത് കാരണം നമുക്കറിയാലോ എടുത്ത് വെച്ചിട്ട് ആളീ 2 കന്നുകൂടി എടുത്തുകൊണ്ട് വന്നു. തിന്നോട്ടാ ദേ ഇവിടെ അമ്മാമ്മ പോലെ ഇവിടെ ഇരിക്കണേ തവിടൊക്കെ തിന്നണോ എന്നാ ഒരു തുണ്ട് തിന്നണ എന്തിട്ടാണാവോ കോഴി ഇങ്ങനെ എന്നെ കുത്തി വീണിരിക്കുക. ഒന്നും പറ്റിയിട്ടില്ല ചേട്ടാ. ഇതേ കണ്ടോ. ഇനി ചില അമ്മയ്ക്കൊരു സാരി എടുത്തു. എൻ്റെ ഉമ്മ വേണ്ടോ ചക്ക അവൻ്റെ ഒരു ഉമ്മ അവനും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ ഇന്നലെ അത്തായിരുന്നു കേട്ടാ. പക്ഷെ നമുക്ക് ഇന്നലെ വീഡിയോ വരേണ്ട ദിവസമായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്താ പറയുക എഡിറ്റിങ്ങിൽ ഒരു പ്രശ്നം. അതായത് വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീഡിയോയുടെ ചുറ്റും ഫ്രെയിം വരുന്നു. അപ്പോൾ അത് എന്താ പറയുക നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു. അതെൻ്റെ എഡിറ്റിംഗ് ആപ്പിലത്തെ ഒരു കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നണത്. പക്ഷെ അത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് അങ്ങനെ തന്നെയാട്ടോ നമ്മുടെ വീഡിയോ വരിക. അപ്പോൾ ഇന്ന് ചിത്തിരയാണ്. അപ്പോൾ ഞാൻ പൂക്കളിടാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്തത്തിൻ്റെ അന്ന് നമുക്ക് അത്തദിന ആശംസകൾ എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നാട്ടോ പറയണേ. അപ്പോൾ എല്ലാവർക്കും അത്തദിന ആശംസകൾ. അപ്പോൾ ഞാനിനി പൂക്കളിടട്ടെ ഇന്ന് ചിത്തിര നാളിൻ്റെ. അപ്പോൾ എൻ്റെ പൂക്കളിതാ ഇടൽ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതാ നമ്മുടെ പൂക്കളിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ സാധാരണ പോലെ നമ്മുടെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് പോയിട്ടാ. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയ്യോട്ടാ ഇന്ന് നമ്മളുണ്ടല്ലോ അവിടുത്തെ പറമ്പിലേക്ക് പോവാട്ടാ. ഞാൻ പറമ്പിൽ പോവാതെ പറഞ്ഞപ്പോഴേക്കും നോക്കിയ പേളിക്കുട്ടിയായിട്ടാ ഫ്രണ്ടിൽ വരുന്നത്. അവൾക്കറിയാലോ ഞാൻ റെഡി ആകുമ്പോൾ അറിയാം അവൾക്ക് ഞാൻ അവിടേക്ക് പോകണമെന്നുള്ളത്. ഇപ്പം ഉണ്ടല്ലോ നമുക്കിവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലായിട്ടാണ്. അപ്പോൾ കണ്ട ഈ റോഡിലാണ് നമുക്കിങ്ങനെ വെള്ളം മഴ പെയ്യുമ്പോൾ കെട്ടി നിൽക്കാറ്. ഇപ്പോൾ നോക്കിയാൽ നല്ല ഡ്രൈ ആയിട്ടപ്പോൾ കിടക്കണേ. നേരത്തെ തന്നെ വെയിൽ ഉദിക്കും. ഇപ്പം ഞാൻ എൻ്റെ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നോക്കണേ. അപ്പോൾ ആ സമയപ്പോഴേക്ക് ഇതാ വെയിലായി. പേളിക്കുട്ടി കണ്ട മുന്നിൽ പോണേ. പേളി ഞാൻ ഇതിലേ പോണേ ഇതിലേ പോണേ. നമ്മളിങ്ങനെ 2 വരി സെൻറ്റ് വലി വെച്ച് കൊടുത്തിട്ടാ കണ്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ വരെ 2 വരി. പൂവിടാനൊക്കെ കുറച്ച് സമയം പിടിക്കും. കാരണം സെൻറ്റുമലിക്കൊക്കെ നല്ല വെയിൽ വേണം. അവിടെ ഇത്തിരി വെയിൽ കുറവാണ്. എന്നാലും നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ചില സമയത്ത് ഒരു വെയിൽ കിട്ടും ഇവിടെ. അപ്പോൾ അത് കാരണം പേളിക്കുട്ടി ഇവിടെ പോയി നോക്കി. ഇതേ നേരെ പോയി അവൾ അങ്ങോട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പാവം പേളിക്കുട്ടിയെ നമ്മുടെ മുളകൊക്കെ നോക്കിയേ കണ്ട പൂവിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുളക് എന്തായി വെക്കണത് കാട്ടിയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം നമ്മൾ ഇവരുടെ കടക്കിൽ എന്താ പറയുക വെണ്ണീർ ഇട്ട് കൊടുക്കുന്നത്, അതേപോലെ തന്നെ കുമ്മായി ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കോഴിക്കാട് ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ആയിട്ട് പല പ്രാവശ്യം നമ്മൾ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇവരെ കടക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും പിന്നെ ഷായിട്ട് മണ്ടിടുന്നതൊക്കെ ആയിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് കാട്ടി തന്നിട്ടുണ്ടായിരുന്നില്ലേ. ആ മുളകൻ തൈകളാട്ടോ അതൊക്കെ ഒരു പൂവായി തുടങ്ങിയിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടേ ചെറുതിലേ തന്നെ കൊമ്പൻ ജില്ലയായിട്ട് വരും അവർക്ക് നല്ല വളർച്ച. അതേപോലെ തൈ നോക്കിയാൽ മുളക് ഉഷാറായി. നമ്മുടെ തക്കാളി തൈ നോക്കിയേ ഉണ്ടോ. തക്കാളി തൈകൾ 2 വരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ നല്ല ഉഷാറായിട്ടുണ്ട്. മഴ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവർ ഇത്ര ഉഷാറിൽ കാണുന്നേട്ടാ. കാരണം ഞാൻ പറഞ്ഞു 2-3 ദിവസമായിട്ട് നമുക്ക് മഴയില്ലാന്ന്. അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ നല്ല വളർച്ച വരുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കി നമ്മുടെ വഴുതിനങ്ങ തൈ നോക്കിയേ കണ്ടോ. ഇത്രയും ചെറുതിൽ തന്നെ അവരെ ഇലയ്ക്കും കണ്ടോ നല്ല വളർച്ചയിൽ വന്നു ഉണ്ടാ. അപ്പം മഴ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മഴ കുറവാണെങ്കിൽ പെട്ടെന്ന് പച്ചക്കറികളൊക്കെ നന്നായി കിട്ടും. അതുമാത്രമല്ല ഇവിടെ നമ്മൾ മണ്ണിട്ടിട്ട് കളിച്ച് തുടങ്ങിയപ്പോൾ നോക്കിയാൽ പച്ചച്ചീര തൈകൾ മുളയ്ക്കണേ. ഇതിൻ്റെ ഇടയിൽ ഓരോ പുല്ലുണ്ട്, അത് ഞാൻ വിളിച്ചു കളയട്ടെ. ഉണ്ടാ കണ്ടോ ചീരത്തൈകൾ മുളച്ചു തുടങ്ങി ഒപ്പം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എന്നിട്ടാണെന്നറിയോ കണ്ടോ ഷായേട്ടൻ
വാഴക്കല്ലകൾ ഇളക്കിയിട്ടുണ്ട്. നേന്ത്രവാഴയുടെ കല്ലായിട്ടാണ് നമുക്ക് കൂട്ടാൻ വയ്ക്കും. അപ്പോൾ നമ്മളും കറി വയ്ക്കും, ഒപ്പം തന്നെ നമ്മുടെ കോഴികൾക്കും ഇത് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ ഇതിലത്തെ ഒരു കല്ലെടുത്തുകൊണ്ട് പോവാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കോഴിക്കൂട് കഴിക്കണേൻ്റെ അപ്പം അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇത് കഴുകിയൊക്കെ എടുത്ത് അവർക്ക് ഇട്ട് കൊടുത്താലേ നമ്മൾ പുറത്ത് പോയിട്ട് വരുന്നവരെ അധികം ശല്യം ഉണ്ടാവില്ല. അത് കൊത്തി കൊത്തി തിന്നോളൂ. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ചെറിയ കല്ലകളെ പറ്റുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇത്ര വലിയ കല്ലകളൊന്നും നമ്മൾ കഴിക്കില്ല. അപ്പോൾ ഇത് ഈ എന്താ പറയുക വലുതുകൾ കോഴികൾക്ക് കൊടുക്കും. അപ്പോൾ ഇത് മണ്ണ് നന്നായിട്ട് കുറച്ച് കൂടുതലുണ്ട്, അല്ല വെയിറ്റ് കൂടെ. അപ്പോൾ ഒന്ന് കളയട്ടെ കുറച്ച്. ഇതിപ്പോൾ ഇന്നലെ എനിക്ക് ഇന്നിപ്പോൾ പോകണമെന്ന് അറിയാമല്ലോ. അപ്പോൾ കോഴികൾ ബഹളം വയ്ക്കാതിരിക്കണം. അതുകൊണ്ട് തന്നെ ഷായിട്ട് ഇന്നലെ സമയം ഇല്ലാത്തതിൻ്റെ ഇടയിൽ വൈകിട്ട് ഒരു 6:30 ഇന്നലെ വൈകിട്ട് ആ സമയത്താണ് ഇത് വന്ന് കളിച്ചിട്ടാണ് പോയത്. അതല്ലെങ്കിൽ ഈ ബണ്ണൊക്കെ കളഞ്ഞ് ഷായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് തന്നെ. പിന്നെ ഇന്നും ഷായിൻ്റെ പണിയുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നും എന്നെ ഒന്ന് സഹായിക്കാനൊന്നും രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പം ഞാൻ എന്തായാലും 1-2 കൊണ്ടുപോട്ടെ. ഇത് 2 കൊണ്ടുപോവാം. പേളിക്കുട്ടി നോക്കിയായിടാ. പേളിക്കുട്ടി വാ പോവാ. പേടിയേ വാ പോവാ വാ. കഴിഞ്ഞു. ടൈസൺ വേഗമായോ. പാവം അവൻ പതുക്കെ നടക്കുള്ളേ, അവന് പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടേ. അതെ, ഇവിടെ എത്തിയപ്പോഴേ എനിക്കൊരു തോന്നല്, നമ്മുടെ ഈ ഒരു കന്നുണ്ടല്ലോ ഇത് നല്ല കന്നാ, നമുക്ക് കുഴിച്ചിടാൻ പറ്റും. അപ്പോൾ ഇത് കോഴികൾക്ക് കൊടുക്കണ്ട എന്നൊരു തോന്നല് കേട്ടാ. പിന്നെ ഇതൊന്നും കുഴിച്ചിട്ടാൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്തായാലും ഇതിവിടെ വെച്ചിട്ട് പോയിട്ട് മറ്റേ 2 ചെറിയ കന്നുകൂടി എടുത്തിട്ട് വരട്ടെ. കാരണം ഇത്രയും നമ്മളൊരു ഇതേപോലത്തെ ഒരു കന്നാണ് നമ്മൾ കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൂമ്പ് വന്ന്, പിന്നെ അത് മാത്രമല്ല നല്ല കായുമാണ്. നമുക്കറിയാം നേന്ത്രവാഴ നല്ല നാടൻ വാഴയിരുന്നേ. അപ്പോൾ ഞാൻ വേറെ 2 എടുത്തിട്ട് വരട്ടെ. ഇരട്ടി പണിയായി. ഇന്ന് പുറത്തേക്ക് പോകുന്ന ദിവസമാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു തിരക്കാം. അപ്പോൾ ആകെ ഒരു എന്നിട്ട് പറയുക മറിവും കൂടുതലാണ് വരിക. ആൾ ഈ 2 കന്നുകൂടി എടുത്തുകൊണ്ട് വന്നു. ടൈസൺ കണ്ടോ ഇപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ നടന്നിട്ട് പാവം. അപ്പോൾ ഈ 3 നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇവിടെ തന്നെ കുഴിച്ചിടുകയും ചെയ്യാം. ഇന്ന് എനിക്കൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്നറിയോ, എൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ പോകുമ്പോൾ നമുക്കടങ്ങി അത്യാവശ്യം കുറച്ച് കൂടുതൽ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കുമ്പളയും കൂടി കൊണ്ടുപോകണം. അപ്പോൾ അത് മുറിക്കണഞ്ഞ് ഞാനിന്ന് എന്താ പറയുക അനിയൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ നേരം വൈകിട്ടാണ്. നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പോണേ. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ ഉണ്ടായിരുന്നത്, അയ്യോ അത് പൊട്ടി വീണു. ഞാൻ ഈ ഒരു കുമ്പളങ്ങ ഇവിടെ നിന്ന് സുഖമായിട്ട് പൊട്ടിക്കാമല്ലോ. കണ്ട പൊട്ടി വീണത്. ദേ വെയിറ്റ് താങ്ങാൻ പറ്റണ്ട കുട്ടാ. ദേദി കടയ്ക്കുന്നത് ദേദി ഇവിടെ നിന്നാണ് ഇപ്പോൾ നോക്കണേ. ദേ ഇങ്ങനെ എന്നെ കുത്തി വീണിരിക്കുക, ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ. അപ്പം ഇനി വേറെ കുമ്പളങ്ങ മുറിക്കണില്ല. പക്ഷെ നമ്മുടെ നമ്മൾ നിൽക്കണ കുമ്പളങ്ങ ഞാൻ കാട്ടി തരാം കേട്ടാ. നല്ല കുമ്പളങ്ങകളാ. അത് ആ ഭാഗത്താണ് കൂടുതൽ നിൽക്കണേ. ഇവിടുത്തെ ഇതേ കണ്ടോ. ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ കുമ്പളങ്ങ ഇങ്ങനെ താഴെ വീണുകൂടാന്നില്ലേ. കാരണം ഇത് മുകളിലല്ല ഇങ്ങനെ പിടിച്ചു നോക്കണേ. അപ്പോൾ വെയിറ്റ് താങ്ങാണ്ടാവേ ചിലപ്പോൾ ഇത് വീണത്. അതേപോലെ ചിലപ്പോൾ ഇതും വീഴാം. ഇതാ കണ്ടോ. പിന്നെ നമുക്ക് കൂടുതലും ഉണ്ടായി നിൽക്കണത് അതാ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലുണ്ടായി നിൽക്കണത് നമ്മുടെ കോഴിക്കൂടിൻ്റെ മുകളിൽ നെറ്റടിച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിലാണ് ഒക്കെ നിൽക്കണത്. അത് ഞാൻ എന്തായാലും കോഴിക്കൂട് കഴുകാൻ പോകുമ്പോഴേ ഞാൻ കാട്ടി തരുട്ടാ. അപ്പോൾ എന്തായാലും ഇവിടെ വേറെ ഒന്ന് പൊട്ടിക്കാട്ട് കഴിഞ്ഞു.
നിൽക്കട്ടെ, മാമു എടുക്കട്ടെ ഏട്ടാ. എന്നിട്ട് നേരത്തോടെ ഏട്ടാ മാമു തരണേ. ഞാൻ എടുക്കട്ടെ, ഇവിടെ ഇരിക്കി പോണ്ട ഏട്ടാ. മക്കൾക്ക് വിശന്നോ? ഒച്ചൂടാ കാത്തിരുന്ന് വിശന്നോ? ഇത് അപ്പളേക്ക് ആരെ ചകിരിക്ക് എടുത്തോണ്ടെന്നേ? ഇതാരെ ചകിരിക്ക് എടുത്തോണ്ടേ? കുട്ടികളുടെ കളിക്കോപ്പുകൾ അതാണ് ചകിരി. വായോ പിണങ്ങണ്ട, വായോ. ഇന്നേ സാധാരണ ഞാൻ ഇത്ര നേരത്തെ അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ലല്ലോ. നേരത്തെ ഭക്ഷണം കൊടുക്കണ ഈ പാത്രമായിട്ട് വരുമ്പോൾ അവർക്ക് ആലോചനയാ, ഈ നേരത്തെ ഞങ്ങൾക്ക് ഇതല്ലല്ലോ തരാറെന്നുള്ളത്. ഇന്ന് പക്ഷെ ചോറിട്ട് ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വന്നിട്ട് ബാക്കിയുള്ളൊക്കെ തരും കേട്ടാ. ഇത് ചോറിന് നമ്മുടെ കുട്ടികൾ നേരത്തോടെ കണ്ടോ. ചോറിന് വലിയ ഇഷ്ടമല്ല എത്ര നേരത്തെ. നല്ല രസത്തിലാക്കിയിട്ടാ. എൻ്റെ കുട്ടികൾക്ക് രാവിലെ ഒരു പാപ്പൂന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവങ്ങളൊക്കെ എക്സ്ട്രാ കൊടുക്കാറുണ്ട്. അത് പ്രതീക്ഷിച്ചിട്ടാണ് അവരിയ്ക്കണേ. അപ്പം നോക്കിയപ്പോൾ അമ്മ വലിയ പാത്രമൊക്കെ ആയിട്ട് വരുന്നേ. വാ ഫ്ലാറ്റിന് കൂട്ടിന് എന്താ, എനിക്ക് രാവിലെ ചോറൊന്നും വേണ്ടെന്ന് ഇത്ര നേരത്തെ. അതാണിത് പറഞ്ഞ അവിടെ ഇരിക്കുന്നത്. വാ വോൾട്ടിൻ്റെ പാത്രം കേട്ടാ. ഇനി ഫ്ലാറ്റിന് വാ. ഫ്ലാറ്റിൻ്റെ അവിടെ പിണങ്ങിയിരിക്കുക ചകിരി വലിച്ച്. ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. വാ വയ്യ വാടാ വടക്ക് കൂട്ടാ. മാമൂണെന്ന് വാ വാ ഓടി വാ. നോക്കിയടാ ഫ്ലാറ്റിന് കൂട്ടാ. നോക്കിയേ രാവിലെ തിന്നേ. നോക്കിയേ മാമുണ്ണണം നമുക്ക് എല്ലാവരും മാമുണ്ണുണ്ട്. ഇതിൽ പാപ്പ് കുറച്ചുണ്ട്. ആ പാപ്പ് ഇതിലിട്ടുണ്ട്. നോക്കിയൊക്കെ മാമൂലിട്ടുണ്ട് പാപ്പ് തിന്നെ. അപ്പം ഇന്ന് നോക്കിയപ്പോൾ ചോറ്, അതാണ് അവൻ പണിങ്ങി പോണേ. നമുക്ക് പോകാനുള്ള ധൃതിയാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. മറുപടിക്ക് മതിയായോ? പിന്നെ എല്ലാവരും കൂടി ഇന്ന് കഴിക്കട്ടാ. കുട്ടികളെ, ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട് കേട്ടാ. സ്പെഷ്യലല്ല, നിങ്ങൾക്കറിയാം, എന്നാലും ഇന്നൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടാ. ഇത് കഴുകിയിട്ട് കഴിക്കാം. അവിടെ കിടക്കട്ടെ. നമ്മൾ എന്നും കോഴിക്കൂട് കഴുകണ കാരണം കേട്ടോ, നമുക്കിവിടെ അങ്ങനെ കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടാ. വെട്ടി നുറുക്കി തരാം കേട്ടാ. നടു മുറിച്ച് തരാം. കഴിച്ചെന്നാ കഴിക്കാൻ സുഖമായില്ലേ? വാ. അയ്യോ എന്നാ വന്ന് തിന്നോ. ഒരെണ്ണൂടി മുറിച്ച് തരാം. ഇത് നമുക്ക് അവിടുത്തെ കോഴിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കോഴിക്കൂടിൻ്റെ മുകളിലായിട്ട് നെറ്റിൻ്റെ മുകളിൽ കുമ്പളങ്ങിൻ്റെ ക്രൂതേന കണ്ട കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് കയ്യും കൂടി എത്തില്ല, കാരണം നല്ല ഹൈറ്റിലാണ് നമ്മൾ ഈ നെറ്റ് അടിച്ചിട്ടുള്ളതേ. ഇത് എങ്ങനെ പൊട്ടിച്ചെടുക്കാന്ന് അറിയില്ല. അതേപോലെ തന്നെ നോക്കിയേ, ഇത് ഇവിടെയും കണ്ട ഉണ്ട്. അതേപോലെ ഇതാ ഒരു ചെറുതത് ഇപ്പുറത്തുണ്ട്. അങ്ങനെ നിറച്ച് അവിടെ കേട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് പൊട്ടിച്ചെടുക്കാൻ പറ്റുക? അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഇത് നമ്മുടെ കോഴിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എങ്കടാ അവിടെ നിൽക്ക് ഇത് കിടക്കണ്ട കേട്ടോ. അവിടെ നിന്നാ മതി. തിന്നോട്ടാ. ദേ
നമ്മുടെ കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കട്ടെ. തവിടും കൂടി നനച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോയി വരുന്നവരെ ഈ ചോളം തവിടത്തിന് ഇഷ്ടമാണ് ഇവർക്ക്. എല്ലാം തിന്നും, നമ്മൾ തിന്നും, കോഴിക്ക് കൊടുക്കണമെന്നും ഒക്കെ തിന്നണം. ചെക്ക് മണി ഇതവർക്ക് കൊടുത്തിട്ട് പറ്റേട്ടാ, എന്നിട്ട് തരാട്ടാ. ഇവിടെ നിൽക്ക്. നനയ്ക്കട്ടെ. നനയ്ക്കാനുള്ള സമാധാനം വലിയവര്. ഒരു പാസം തിന്നു തുടങ്ങി ഞാൻ നനയ്ക്കിപ്പിക്കും. വാ ഇട്ട് തരാം. വാ ഇങ്ങോട്ട് നീങ്ങി വയ്യ. കണ്ടോ, നമ്മളേ വാഴക്കല്ല ഇപ്പൊ തന്നെയല്ലേ ഇട്ട് കൊടുത്തത്. അപ്പളേക്കും കണ്ട തിന്നോടങ്ങിയവര്. ഇനിയിപ്പോ തവിടുത്തിട്ടേ ഇത് വെണ്ണ കൊത്തിരിക്കും. വാ എൻ്റെ മോന് വേണോ നനച്ച തവിട്? വേണോ? തവിടൊക്കെ തിന്നണോ? എന്നാ ഒരു തുണ്ട് തിന്നെന്ന. എന്തിട്ടാണാവോ കോഴികൾക്ക് കൊടുക്കണ സ്പെഷ്യൽ എന്ന് വിചാരിച്ചിട്ടാണ് അവരതും മേടിച്ച് തിന്നണേ. ഇനി മതി. എൻ്റെ കുട്ടികൾക്ക് നല്ല ഫുഡ് തരില്ലേ? കാലത്ത് തന്നതല്ലേ, ഇനി തരും. കല്യാണിയേ, ഇനി നമ്മുടെ മീനും കൂടി തീറ്റിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ പുറത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. കൈ കഴുകട്ടെ ഞാൻ. നമ്മുടെ മീനെ തീറ്റ കൊണ്ടിരിപ്പിക്കുക. അവർ അറിയാം, അവർക്ക് കിടന്ന് പടഞ്ഞു തുടങ്ങും. വെള്ളം ഇങ്ങനെ അനങ്ങിക്കണ തന്നെ മീനങ്ങനെ കാണാൻ പറ്റണുണ്ടാണ്. ആവോ, അതായത് ശ്രദ്ധിച്ച് നോക്കി കാണാട്ടാ. പണികളൊക്കെ കഴിഞ്ഞാലും അകത്തേക്ക് കയറിയേക്കാളും മുന്നേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെ വീണ്ടും കുറച്ച് നേരം അടുത്തേക്ക് ഇത്തിരി ഇരുന്നു കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ അനിയൻ്റെ അവിടേക്ക് പോവാണ്. ഞാൻ അവിടേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. പൂവഴിക്ക് കേക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ നമ്മൾ വണ്ടി നിർത്തി പിന്നെ കേക്കൊക്കെ മേടിച്ചോട്ടോ. പിന്നെ നമ്മൾ പോയത്. ഞാനിതാ അനിയൻ്റെ വീട്ടിൽ എത്തിയിട്ടാ. ഹാപ്പി ബർത്ത്ഡേ അച്ചു. താങ്ക്സ്. ഇങ്ങോട്ടാ ബർത്ത്ഡേ. കണ്ണാ ഹലോ, അറിയോ? ആന്റിനറിയോ? നേരത്തെ എത്തിയാ? അമ്മായിയുടെ കണ്ണൻകുട്ടി എന്ന് വെച്ചീനെ. നമ്മുടെ കണ്ണൻകുട്ടീനെ അറിയോ? കുറേ പേർക്ക് അറിയാട്ടോ. എൻ്റെ അനിയൻ്റെ മോനാണ് കണ്ണൻകുട്ടി. കണ്ണൻകുട്ടിയുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ എപ്പോഴും വീഡിയോ പിടിക്കാറ്. എന്തൊരു സന്തോഷം അവന് വീഡിയോ പിടിക്കുമ്പോ. അല്ല കൊറേ നേരം വെയിറ്റ് ചെയ്ത അമ്മനെ. ഉവാ അമ്മായി നേരം വൈകിയ? അയ്യടാ, അമ്പടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അവരുടെ കാര്യങ്ങൾ കഴിയണ്ടേ? ഉമ്മയാ? അമ്മതാ ഇതാരുണ്ട്? ഭാവിണ്ടല്ലോ.
ഗണ്ണേ നമ്മുടെ അതിലേക്ക് നോക്കിട്ട് ഹായ് പറഞ്ഞേ ഹായ് വൈശേ ഹായ് പറ ഹായ് എന്ന് പറയില്ലേ പൂവാണ് ആള്. ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ്റെ വീട്. അപ്പോൾ കണ്ണൻകുട്ടിക്കും അച്ചുട്ടനും ബർത്ത്ഡേ ആയിട്ട് അവൻ്റെ വീട് ഒരുക്കിയത് കാണിക്കണമെന്ന് നിർബന്ധമായിരുന്നു അമ്മ വീഡിയോയിൽ ഇടണം എന്നുള്ളതൊക്കെ കേട്ടോ. അതുകൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ വീടിൻ്റെ ഉള്ളിൽ എന്ത് ഡെക്കറേഷനാണോ ചെയ്ത് നോക്കണേ, അതായത് ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന എല്ലാ വർക്കുകളും എൻ്റെ അനിയൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. കേക്ക് മുറിക്കാൻ നിൽക്കുന്ന നേരത്ത് ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന നീതുവിൻ്റെ ചേച്ചി, അതായത് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ചേച്ചി കേട്ടോ. എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അനിയൻ്റെ 2 മക്കൾ കണ്ണനും അച്ചുവിൻ്റെ ആണ് ബർത്ത്ഡേ. അച്ചുവിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അമ്മ, അതേപോലെ തന്നെ അച്ചുവിൻ്റെ തൊട്ട് നിൽക്കുന്നതാണ് നീതു കേട്ടോ. പിന്നെ നീതുവിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നീതുവിൻ്റെ ആങ്ങളുടെ മക്കൾ, പിന്നെ ആങ്ങളുടെ മക്കളുടെ അപ്പുറത്ത് നിൽക്കുന്നത് നീതുവിൻ്റെ അമ്മ കേട്ടോ. പിന്നെ ഒരു മേമ. അത്രയും പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഈ ബർത്ത്ഡേ. ഇത്തിരി കൊടുത്താൽ മതി. സാരില്ല സാരി ഞാൻ തരാം. അയ്യോ വലിയ വയതറക്കുണ്ട്. കൊടുക്കിടുന്ന അച്ചു കല്ലൂഞ്ഞ കൊടുക്ക അമ്മമ്മ അച്ഛമ്മേനെ വലിച്ചു അച്ഛമ്മയ്ക്ക് എടുക്ക. അച്ഛമ്മയ്ക്ക് അമ്മായിരെ വലിച്ചു വെല്ലുമിക്ക് വെച്ചു കൊടുക്ക്. ഡാൻസ് വെല്ലുമിക്ക് വെച്ചു കൊടുക്കും. വെല്ലുമിക്ക് അമ്മായി ഡാൻസ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇവിടെയാണ് പെട്ടുപോണല്ലേ. എടുത്ത് കൈ കൊണ്ട് എടുത്ത് ചാട്ടിന് ഒരു കടി നീ കടിക്ക്. അച്ഛന് സന്തോഷായി. ചാട്ടിന് കൊടുക്ക്. ഇത്തിരി കൊടുത്താൽ മതി. അച്ഛടാ സാരില്ല സാരി. ഞാൻ അമ്മയുടെ വെക്ക്. ഞാൻ തരാം. ആദ്യം വെച്ച് കൊടുത്തേ. അയ്യോ വലിയ വയതറക്കുണ്ട്. കൊടുക്കിടുന്ന അച്ചു കല്ലൂഞ്ഞ കൊടുക്ക. അമ്മമ്മ അച്ഛമ്മേനെ വലിച്ചു അച്ഛമ്മയ്ക്ക് എടുക്ക. അച്ഛമ്മയ്ക്ക് അമ്മായിരെ വലിച്ചു വെല്ലുമിക്ക് വെച്ചു കൊടുക്ക്. ഡാൻസ് വെല്ലുമിക്ക് വെച്ചു കൊടുക്കും. വെല്ലുമിക്ക് അമ്മായി ഡാൻസ്. എടുക്ക് ബാബു സാബു ഒരു മീറ്റിംഗ് തന്നെ. നീതുവിന്റെ ആങ്ങളയുടെ ഭാര്യ കീർത്തനാട്ടോ. അപ്പൊ കേക്ക് മുറിക്കുന്ന നേരത്ത് കീർത്തന വീഡിയോ പിടിക്കായിരുന്നു, അത് കാരണം കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂട്ടാ. അമ്മ സാറില്ല പാത്രം നീക്കിച്ചെന്നടാ, ഇങ്ങോട്ട് നീക്കിച്ചാൽ മതി. പിന്നെ കുറച്ച് നേരം നമ്മുടെ കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം കേട്ടോ അവിടുന്ന് പോരാൻ നോക്കിയത്. അപ്പൊ നമ്മളിതാ ഇറങ്ങാട്ടെ. അപ്പൊ അധികം പേർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീതുവിന്റെ ചേച്ചി അവരൊക്കെ പോയി എല്ലാവരും. ലാസ്റ്റ് ഞങ്ങളായി. അപ്പൊ ഫോട്ടോ അമ്മ
ഇത് പോട്ടാ കണ്ണുകുട്ടി അച്ചൂട്ടനെ സുനി പോട്ടെ. ആ യൂട്യൂബിലാണ് ഞങ്ങളുടെ വീഡിയോ. അതെന്തായാലും അമ്മ ഇടും. എൻ്റെ മക്കൾക്ക് എന്ത് ഇഷ്ടം പറയും യൂട്യൂബിലൊക്കെ വരാൻ വേണ്ടിട്ട്. അമ്മ ഇട്ടു കേട്ടാ. പൂവപ്പമ്മ ചേട്ടാ. അപ്പം ഞാനിതാ അനിയൻ്റെ വീട്ടിൽ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പം ഞാൻ ഓണക്കോടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്മിത ഓണക്കോടി ഒന്നും എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ഓണക്കോടി ഞാൻ എടുത്തു. പക്ഷേ നമുക്ക് എടുക്കാൻ പോണത് വീഡിയോ പിടിക്കാനായിരുന്നു പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് രാത്രി വൈകിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ പോയി അങ്ങനെ എടുത്ത് പോകുന്നു പെട്ടെന്ന്. അപ്പം ഞാൻ ഈ വട്ടം എടുത്തത് ശരിക്കും പറഞ്ഞാൽ ചുരിദാർ മെറ്റീരിയലാണ് ഞാൻ ഈ വട്ടം എടുത്തത് കേട്ടോ. എനിക്ക് എടുത്തത് കാരണം നമുക്കറിയാമല്ലോ എടുത്ത് വെച്ചിട്ടല്ലേ എനിക്ക് ഇഷ്ടമായിട്ട് ഒരു സാരി ഗിഫ്റ്റൊക്കെ തന്നത്. അപ്പം ഞാൻ ഇവിടെ ചുരിദാർമിക്ക് പോയി ഇതാണ് കേട്ടോ ഒരു മെറ്റീരിയൽ മുറിച്ച് മേടിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഓണാകുമ്പോഴേക്കും തയ്ക്കും വേണം. ഇങ്ങനെ ഒരു മെറ്റീരിയൽ കൂടി ഞാൻ മുറിച്ച് മേടിച്ചു. അങ്ങനെ 2 എണ്ണമാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൺമണി കുട്ടിക്ക് ഇതാ സെറ്റ് പാവാടയായിട്ട് എടുത്തത്. അതിന് പറ്റിയൊരു ബ്ലൗസ് നല്ല ഇഷ്ടമായിട്ടാ. പിന്നെ ചേട്ടൻ്റെ മോളുണ്ട് 8ൽ പഠിക്കുന്ന മോള്. നമ്മൾ വീഡിയോയിലൊക്കെ ഇതിനൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ഇതാ ഒരു സെറ്റ് പാവാട ഞാൻ എടുത്തത്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടാ. കണ്ടോ. പിന്നെ എടുത്തത് അമ്മയ്ക്കൊരു സാരി എടുത്തു. അമ്മ സാധാരണ ഒരു സാരി എടുക്കാൻ പറ്റിയത് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെങ്ങൾക്കൊരു സാരി എടുത്തു. പിന്നെ എടുത്തിട്ടുള്ളത് ചേട്ടൻ്റെ മക്കൾക്കുള്ള കുറച്ച് ഡ്രസ്സുകളാട്ടാ. ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ്. എനിക്ക് ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ എനിക്ക് എന്താ പറയുക പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ആൺകുട്ടികൾക്ക് എടുക്കണമല്ലോ അത് വിചാരിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ കല്ലൻകുട്ടിയുടെ അവിടേക്ക് ബർത്ത്ഡേക്ക് പോയപ്പോൾ അവർക്കുള്ള ഓണക്കോടി പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മളത് കൊണ്ടുപോയി. അപ്പോൾ അത് ഇതിലില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഷായേട്ടൻ്റെ മക്കൾക്കുള്ളത് എടുത്തിട്ടില്ല. അത് ഇപ്പോൾ അച്ഛനും മക്കളും ഒരുമിച്ച് പോയി അവർക്ക് അവരുടേതായ അളവിലൊക്കെ ഇട്ട് നോക്കണമല്ലോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ പിന്നെയാണ് എടുക്കുള്ളൂ. അപ്പോൾ ഓണക്കോടിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ എന്താ പറയുക നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടിപ്പട്ടാളങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ നമ്മുടെ മെയിൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി അവരുടെ അടുത്തേക്ക് പോകാം. അവരെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ റൊണാൾഡോ കേട്ടോ. കണ്ട റൊണാൾഡോയുടെ മുഖം കണ്ട. റൊണാൾഡോയുടെ മുഖം, പ്ലാറ്റിയുടെ മുഖം, മർഡോണയുടെ മുഖം 3 പേരുടെ മുഖം ഓരോ പോലെയായിട്ടിരിക്കുക. ഇവർക്കാണെങ്കിൽ ഒരു വൈറ്റ് കളറാണ് കൂടുതൽ ഇവർക്കുള്ളത്. പക്ഷെ തിരിച്ചറിയാനായിട്ട് നോക്കിയാൽ നമ്മുടെ റൊണാൾഡോയുടെ പുറത്ത് ഈ ഒരു കളർ കണ്ട. ഈ ഒരു കളറും കേട്ടോ നമ്മളവനെ തിരിച്ചറിയാം. അതേപോലെ ഈ സൈഡിലുണ്ട് അവന് അതേപോലത്തെ കളർ. അപ്പോൾ ഇത് റൊണാൾഡോ എല്ലാവരേക്കാളും വലിപ്പം കൂടിയ ആളാണ്. അതേപോലെ റൊണാൾഡോ ആണ് നല്ലത് ആദ്യമൊക്കെ ആവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആൾ കേട്ടോ. അന്ന് ആൾ പാവമാണ്. അപ്പോൾ റൊണാൾഡോ പൊക്കോ അങ്ങനെ കണ്ട അവിടെ ഇവിടെ ഓരോ പുള്ളികളുള്ളൂ കേട്ടോ അവനെ. ഇനി നമ്മുടെ മറഡോണ മറഡോണേനെ നോക്കിയേ നിറച്ച് പുള്ളിയാണ്. വന്ന മറഡോണ മോനെ മിടിക്കട്ട് പോന്നേ. ഇച്ചിരി ചെക്കന്മാരൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. കൊണ്ടാ നല്ല പാടാണ്. അന്ന് ഇവരൊക്കെ എടുക്കും വേണം. അങ്ങനെയുണ്ട്. ഒരാളെടുത്താൽ എല്ലാവരും എടുക്കണം. നോക്കിയാൽ മറഡോണയുടെ പുറത്ത് കണ്ട നിറച്ച് ഈ പുള്ളി കൂടുതലാണ്. പിന്നെ മുഖം കണ്ടു കഴിഞ്ഞാൽ മറഡോണയുടെ മുഖം നോക്കിയേ കണ്ടോ. ചെവി നല്ല വലിപ്പുള്ള ചെവി. ഒന്ന് കാട്ട് കൊടുക്കണം ചെക്ക കണ്ടോ. തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് പറ്റൂട്ടോ മറഡോണേനെ. അപ്പോൾ ചെല്ലി അങ്ങനെ അവനിങ്ങനെ പതിഞ്ഞോണൊക്കെ എടുക്കുള്ളൂ. എന്നിട്ട് ശുണ്ടരാ ഇപ്പം ഇങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് ആദ്യം ആവാൻ വേണ്ടിയിട്ട് റൊണാൾഡോയുടെ അടുത്തൊന്ന് കടത്തി വെട്ടാൻ ശ്രമിക്കണമൊക്കെ ഉണ്ട് മറഡോണ. എനിക്ക് ആവാന്നുള്ള പോലെ ഇടയ്ക്കൊരു സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ഇനി ഞാൻ പ്ലാറ്റിനായിട്ട് തരാം. ഇതാണ് നമ്മുടെ നെയ്മർ കണ്ട. നെയ്മറുടെ മുഖം നോക്കിയേ. നെയ്മർ മുഖം കാട്ടി കൊടുത്ത് ശരിക്കും ഉണ്ടോ. നെയ്മറും ബോൾട്ടും ഓരോ പോലെ കേട്ടോ. ഭയങ്കര ചായയാണ്. അവരുടെ ഈ ഒരു നെറ്റിമത്തെ ഈ ഒരു ഡിസൈൻ മാത്രമാണ് നമുക്കൊരു വ്യത്യാസമായിട്ട് തോന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരേ പോലെ കേട്ടാ. അപ്പോൾ നെയ്മർ കുട്ടനും പിന്നെ അതേപോലെ ബോൾട്ടും എല്ലാവരേക്കാളും വിട്ട് ഹൈറ്റും കൂടുതലാണ്. പൊക്കോട്ടാ അങ്ങനെ ബോൾട്ട് വന്നേ. ഇതാണ് നമ്മുടെ ബോൾട്ട് കൂട്ടൻ മുഖം കാട്ടി കൊടുത്തേ.
കണ്ടോ ബോൾട്ടോട്ടിൻ്റെ മുഖം, ബോൾട്ടോട്ടിൻ്റെ നെറ്റി വേണ്ടോ പുള്ളി. ഇത് രണ്ടാണ് ഇവർ തിരിച്ചറിയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ കേട്ടാ. പിന്നെ ബോൾട്ടൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, പാവമാണ് ബോൾട്ടൂട്ടൻ. അങ്ങനെ വലിയ അലമ്പൊന്നുമില്ല, നല്ലൊരു കുട്ടി ബോൾട്ട് അല്ലേ ബോൾട്ട് മോനെ. പോക്കോ. ഇനി നമ്മുടെ മെസ്സി കൂട്ടനെ എടുക്കട്ടെ. ഇതിൻ്റെ ഉമ്മ വേണ്ടോ ചെക്ക, അവൻ്റെ ഒരു ഉമ്മ അവനും. ഇതാണ് നമ്മുടെ മെസ്സിക്കുട്ടൻ. ചേട്ടാ ഉമ്മ വേണ്ട, ഉമ്മ വേണ്ട, ഇപ്പം ഉമ്മ വേണ്ട, അവൻ്റെ ഒരു ഉമ്മ. മെസ്സിക്കുട്ടനെ തിരിച്ചറിയാൻ ഭയങ്കര സുഖമായിട്ടത്. ഇവന് മാത്രം ഈ ഒരു കളറുള്ള. പിന്നെ മെസ്സിക്കുട്ടനെ നെറ്റിപ്പോൾ നോക്കിയാൽ നല്ലൊരു ഗോപി പൊട്ടുമുണ്ട് ഉണ്ടോ. അല്ല ഉമ്മ വേണ്ട, ഉമ്മ വേണ്ട, ഉമ്മ വേണ്ട, അവൻ്റെ ഉമ്മയുടെ ഉണ്ട് ഉമ്മ പൊക്കോട്ടാ. ഇതാണ് മെസ്സിക്കുട്ടൻ. പിന്നെ മെസ്സിക്കുട്ടൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ചെക്കന്മാരിൽ ഏറ്റവും ചെറുത് മെസ്സിക്കുട്ടനാ ചെക്കന്മാരിൽ കേട്ടാ. ചെല്ലേ അങ്ങനെ നമ്മുടെ കല്യാണ കുട്ടീനെ എടുക്കട്ടെ. ആ ശരി ശരി, വടിയിലൊക്കെ വെച്ചിരിക്കാം. ആ ഒഴിവുള്ള അപ്പോൾ ഓക്കെ പൊക്കോ കല്യാണി എടുക്കട്ടെ. ഓ ഞാൻ കല്യാണ കുട്ടീനെ എടുത്ത് വരുമ്പോഴേക്ക് നോക്ക്, ആ ചയറിൻ്റെ അടിയിലാണ് വന്ന് കിടന്ന ഒരാൾ. ഇതാണ് നമ്മുടെ കല്യാണിക്കുട്ടി. കല്യാണിക്കുട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും പാവം പിടിച്ച ഒരാളുണ്ടാവില്ലേ. നോക്കിയേ എൻ്റെ മോൻ്റെ മുഖം ഒന്ന് കാട്ടി കൊടുത്തേ. കണ്ടോ എൻ്റെ മോൻ്റെ മുഖം ഇങ്ങനെ പിഞ്ഞു കൂടി നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നോളൂ. അത്രയും പാവാ. പക്ഷെ ചെക്കന്മാരുടെ അടുത്തേക്ക് നല്ല സാമർത്ഥ്യം കാണിക്കൂട്ടാ. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാനും ഒക്കെ നല്ല മിടുക്കത്തി മോളാണ് കല്യാണിക്കുട്ടി അല്ലേ. പറ്റിയ ഇവിടെ ശുണ്ടിരി മോളാണ്, ശുണ്ടിരി മോൾ പൊക്കോട്ടാ. അങ്ങനെ അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളവർ 6 ആണും 1 പെണ്ണും കേട്ടാ. എല്ലാവരേക്കാളും കുഞ്ഞിത് നമ്മുടെ കല്യാണിക്കുട്ടി. പിന്നെ അത് മാത്രമല്ല കേട്ടാ, ഇവരുടെ ഒരു സ്വഭാവമുണ്ട്. നമ്മളിവിടെ കുറച്ച് നേരം കണ്ടില്ലെങ്കിലേ നമ്മളങ്ങനെ ഡോർമ തല്ലി വിളിക്കും. അതിൻ്റെ ഒരു ഇതാണിത്. കളിയൊക്കെ കഴിഞ്ഞിട്ട് വരും, നമ്മളെ കണ്ടില്ലേ പട്ടപ്പെട്ടോന്ന് പറഞ്ഞ് തല്ലൂര്. നമുക്കത് വീഡിയോയിൽ പിടിക്കാനും പറ്റില്ല. കാരണം നമ്മൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. അത് കാണിക്കാനും പറ്റില്ല. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഓണ വിഭവങ്ങൾ നമ്മുടെ എ യൂണിക് ഫാമിലി 2.0 എന്ന് പറയുന്ന ആ ചാനലിൽ നമ്മൾ വിടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ചാനലിൽ നമ്മൾ 1 മണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് വിട്ടത്. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ കണ്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവല്ലോ. അതിലാണെങ്കിൽ ഓരോ വിഭവങ്ങളും നമ്മൾ വേർതിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.